കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എലമെൻസിൻ്റെ 2 പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്തത്. അറ്റോമിക് റേഡിയസും അയണൈസേഷൻ എൻതാൽപ്പിയും. ഇന്ന് നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്, ട്രെൻഡ്സ് ഇൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ട്രെൻഡ്സ് ഇൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് നോക്കാം. സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്, ആ പേരിൽ തന്നെ ക്ലിയർ ആണ്, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള എനർജി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി ഫോർ ഗെയിനിങ് ആൻ ഇലക്ട്രോൺ എന്നാണ് നമ്മൾ സിമ്പിളായിട്ട് പറയുക. ഇനി നമുക്കതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. When an electron is added to a neutral gaseous atom A to convert it into a negative ion, the enthalpy change accompanying the process is defined as electron gain enthalpy. അതിനെ ΔEGH എന്ന് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോൺ ആഡിങ് പ്രോസസ്സിനെ അക്കമ്പനി ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. ഒരു ന്യൂട്രൽ ഗ്യാഷ്യസ് ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ, ആ പ്രോസസ്സിൽ അക്കമ്പനി ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സപ്പോസ് എ എന്ന് പറയുന്ന ആറ്റം ഒരു ഗ്യാഷ്യസ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ആറ്റമാണ് എന്ന് വിചാരിക്കുക. അതിലേക്ക് ഇ എന്ന ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എ മൈനസ് ഗ്യാസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ അക്കമ്പനി ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. Depending on the element, the process of adding an electron to an atom can be either endothermic or exothermic. കഴിഞ്ഞ ദിവസം നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ആ പ്രോസസ്സ് എപ്പോഴും എൻഡോതെർമിക് ആണ് എന്ന് പറഞ്ഞു, എനർജി കൺസ്യൂമിങ് പ്രോസസ്സാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എൻഡോതെർമിക്കും ആവാം എക്സോതെർമിക്കും ആവാം. എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ എനർജി കൺസ്യൂമിങ് പ്രോസസ്സാണ്, എക്സോതെർമിക് എന്ന് പറയുമ്പോൾ എനർജി റിലീസിങ് പ്രോസസ്സാണ്. അപ്പോൾ ΔEGHൻ്റെ വാല്യൂ പോസിറ്റീവ് ആവാം. എൻഡോതെർമിക് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, എക്സോതെർമിക് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അത് ഏത് എലമെൻറ്റിലേക്കാണോ നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച്, ആ എലമെൻറ്റിൻ്റെ നേച്ചറിനനുസരിച്ചിരിക്കും ഈ പ്രോസസ്സ് പോസിറ്റീവ് ആവണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആവണോ, അല്ലെങ്കിൽ എൻഡോതെർമിക് ആവണോ എക്സോതെർമിക് ആവണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് നോക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ സാധാരണ മാത്സിൽ നെഗറ്റീവ് വാല്യൂ കൂടുമ്പോൾ ആ നെഗറ്റീവ് വാല്യൂസിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും തോറും വാല്യൂ കുറഞ്ഞാണ് വരിക. പക്ഷേ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ നെഗറ്റീവ് വാല്യൂൻ്റെ ടേംസിലാണ് പറയേണ്ടത്. നെഗറ്റീവ് വാല്യൂ കൂടുമ്പോഴാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുക. സോ വി ഹാവ് ടു take electron gain enthalpy in terms of negative values. നെഗറ്റീവ് വാല്യൂസ് കൂടുമ്പോഴാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി increases as negative value increases and electron gain enthalpy decreases as negative value decreases. നെഗറ്റീവ് വാല്യൂ കുറഞ്ഞ് പോസിറ്റീവ് വാല്യൂയിലേക്ക് അടുക്കുമ്പോഴാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കംസ് മോർ ആൻഡ് മോർ നെഗറ്റീവ് എന്നാണ് നമ്മൾ ഇൻക്രീസസ് എന്ന് പറയുന്നതിന് പകരം ഒന്നും കൂടിയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ്. ഇൻക്രീസസ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കംസ് മോർ ആൻഡ് മോർ നെഗറ്റീവ്. അതേപോലെ ഡിക്രീസസ് എന്നതിന് പകരം നമുക്ക് പറയാം ഇറ്റ് ബിക്കംസ് ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ് എന്ന് പറയാം. കാരണം കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിൻ്റെ വാല്യൂസും നെഗറ്റീവ് വാല്യൂസിലാണ് വരാറ്. സോ ആസ് നെഗറ്റീവ് വാല്യൂ ഓഫ് ΔEGH increases, electron gain enthalpy increases. As negative value of ΔEGH decreases, electron gain enthalpy decreases. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കണം. നെഗറ്റീവ് വാല്യൂൻ്റെ ടേംസിലാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി സാധാരണ പറയുന്നത്.
ഇനി നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ, അതായത് ഒരു വാല്യൂ ഉണ്ട്, ഒരു യൂണിറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തിട്ട്, ഒരു നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിനെ മെഷർ ചെയ്തെടുക്കുന്നത്. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോ ജൂൾ പെർ മോൾ. ഇതിനെ നമ്മൾ കിലോ ജൂൾ പെർ മോളിലാണ് സാധാരണ, എനർജി ആയതുകൊണ്ട് കിലോ ജൂൾ പെർ മോളിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു അറ്റോമിക് റേഡിയസ്. നേരത്തെ പറഞ്ഞ അയണൈസേഷൻ എൻതാൽപ്പി പോലെ തന്നെ ഇതും അറ്റോമിക് റേഡിയസിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ അറ്റോമിക് റേഡിയസ് കൂടുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും, അറ്റോമിക് റേഡിയസ് കുറയുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുകയാണ് ചെയ്യുക. അത്രയും ഓർത്ത് വെക്കണം, അറ്റോമിക് റേഡിയസിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് എന്നുള്ളത്. ഇനി നമുക്ക് ഗ്രൂപ്പ് 17ൻ്റെയും ഗ്രൂപ്പ് 18ൻ്റെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഗ്രൂപ്പ് 17 എലിമെൻറ്റ്സ്, ദേ ഹാവ് ദ ഹൈ നെഗറ്റീവ്. നമ്മളെ പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ വരുന്നത് ഗ്രൂപ്പ് 17, അതായത് ഹാലോജൻ ഫാമിലിയിലാണ് ഏറ്റവും നെഗറ്റീവ് വാല്യൂ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ദേ ഹാവ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂസ് വരുന്നത് ഹാലോജൻ ഫാമിലിക്കാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദേ ക്യാൻ attain stable noble gas configuration by addition of one electron. ഒരൊറ്റ ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിന് അവർക്കെല്ലാവർക്കും സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ദേ ഹാവ് ഹൈ ടെൻഡൻസി ടു അറ്റെയിൻ വൺ ഇലക്ട്രോൺ. ഇലക്ട്രോൺ അറ്റെയിൻ ചെയ്യുമ്പോൾ അത് സ്റ്റേബിൾ ആവും. സ്റ്റേബിൾ ആവുമ്പോൾ എനർജി കുറയും. അപ്പം നേരത്തെ ഹൈ എനർജി സ്റ്റേറ്റിൽ നിന്നാണ് ലോ എനർജി സ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൈ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോ എനർജി സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ബാക്കി വരുന്ന എക്സസ് എനർജി റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വാല്യൂ അല്ലെങ്കിൽ എക്സോതെർമിക് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ EGH of group 17 elements are the highest. ഏറ്റവും കൂടുതൽ വാല്യൂ ഗ്രൂപ്പ് 17 ആണ്. അതിൻ്റെ കാരണമാണ് പറഞ്ഞത്, because they have high tendency to accept one electron because they will attain stable noble gas configuration by attaining this one electron. ഇനി ഗ്രൂപ്പ് 18ൻ്റെ കേസ് എന്താന്ന് നോക്കാം. ഗ്രൂപ്പ് 18 എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നോബിൾ ഗ്യാസസ് ആണ്. ദേ ആർ ഓൾറെഡി സ്റ്റേബിൾ. അവരല്ലെങ്കിൽ തന്നെ സ്റ്റേബിൾ കോൺഫിഗറേഷനിലാണ്, എനർജി കുറവുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് വാല്യൂസ് ആണ് നോബിൾ ഗ്യാസസിന് വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നോബിൾ ഗ്യാസസിന് അവിടെ ആ ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്പേസ് ഇല്ല. ആ പുതിയ ഇലക്ട്രോൺ പുതിയൊരു ഷെല്ലിലേക്കാണ് ഇനി പോവേണ്ടത്. അപ്പോൾ പുതിയൊരു ഷെല്ലിലേക്ക് പോവുക എന്ന് പറയുന്നത് ഹൈ എനർജി കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് എൻഡോതെർമിക് ആയിട്ട് മാറുന്നത്, വാല്യൂ പോസിറ്റീവായിട്ട് മാറുന്നത്. ബിക്കോസ് ദ ആഡഡ് ഇലക്ട്രോൺ ഹാസ് ടു എൻ്റർ ദ നെക്സ്റ്റ് ഹയർ ലെവൽ ലീഡിങ് ടു വെരി അൺസ്റ്റേബിൾ കോൺഫിഗറേഷൻ. കാരണം നോബിൾ ഗ്യാസിലെ എല്ലാ ലെവലും ഫില്ലായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലൊക്കെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ പുതിയൊരു ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഷെല്ലിൽ വേണം ആ ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ. അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് പോകുമ്പോൾ ഹൈ എനർജി കണ്ടീഷനിലേക്കാണ് പോണത്. സോ ലോ എനർജി കണ്ടീഷനിൽ ഹൈ എനർജി കണ്ടീഷനിലേക്ക് പോകുമ്പോൾ എനർജി അബ്സോർബ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോസസ്സ് പോസിറ്റീവ് വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ അത് എൻഡോതെർമിക് ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് വേരിയേഷൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ നോക്കാം. ഒരു പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേരി ചെയ്യുക എന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പീരിയഡിലുള്ള വേരിയേഷൻ നോക്കാം. ഒരു പീരിയഡിൽ നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അക്രോസ് ദ പീരിയഡ് ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസസ്. അതിൻ്റെ കാരണം നമ്മൾ എപ്പോഴും പറയേണ്ടത് ബിക്കോസ് ഓഫ് ദ ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ്. നമ്മൾ റീസൺ പറയുമ്പോൾ എപ്പോഴും അറ്റോമിക് റേഡിയസ് വെച്ചിട്ട് വേണം പറയാൻ. അപ്പോൾ ഈ ഒരു ഇൻക്രീസിൻ്റെ കാരണം അത് അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കി നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പീരിയഡിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് നമ്പർ കൂടും. അറ്റോമിക് നമ്പർ കൂടുമ്പോൾ ന്യൂക്ലിയസിൻ്റെ
ചാർജ് കൂടും, പവർ കൂടും. ന്യൂക്ലിയസിൻ്റെ പവർ കൂടുമ്പോൾ അട്രാക്ഷൻ സ്ട്രോങ് ആയി വരും. അട്രാക്ഷൻ സ്ട്രോങ് ആയി വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറയുകയാണ് ചെയ്യുക. ഈ അറ്റോമിക് റേഡിയസ് കുറയുന്നത് കാരണം ന്യൂക്ലിയസും ഈ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആയി തീരും. സൈസ് കുറയുമ്പോൾ ന്യൂക്ലിയസും നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഈ ആഡഡ് ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പീൻ്റെ വാല്യൂ ഇൻക്രീസസ് എന്ന് പറയുന്നത്. സൈസ് കുറയുന്നതിനനുസരിച്ച് ന്യൂക്ലിയസ് അതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസസ് അക്രോസ് ദ പീരിയഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ബിക്കംസ് മോർ ആൻഡ് മോർ നെഗറ്റീവ് അക്രോസ് ദ പീരിയഡ് എന്ന് പറയാം. ഇനി നമുക്ക് ഗ്രൂപ്പിലേക്ക് വരാം. വിത്തിൻ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ്. അപ്പോൾ അതും നമ്മൾ അറ്റോമിക് റേഡിയസ് വെച്ച് റിലേറ്റ് ചെയ്തിട്ട് പറയണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റോമിക് റേഡിയസ് താഴത്തേക്ക് വരുന്നതിനനുസരിച്ച്, ഒരു ഗ്രൂപ്പിൽ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് അറ്റോമിക് റേഡിയസ് കൂടി വരും. അതിൻ്റെ കാരണം ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഷെൽ നമ്പർ കൂടുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വരുമ്പോൾ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കുറയും. അട്രാക്ഷൻ കുറയുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ബിക്കംസ് ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ് എന്നും പറയാം. രണ്ടും കറക്റ്റാണ്. അപ്പം നെഗറ്റീവ് വാല്യൂയുടെ ടേംസിലാണ് ശരിക്കും നമ്മളത് പറയേണ്ടത്. The effective nuclear charge increases from left to right across the period, and consequently it will be easier to add an electron to the smaller atom, since the added electron on an average would be closer to the positively charged nucleus. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ന്യൂക്ലിയസ് ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ പെട്ടെന്ന് അഡീഷൻ നടക്കും. അതാണ് ഒരു പീരിയഡിൽ അത് കൂടാനുള്ള കാരണം. ഇനി ഒരു ഗ്രൂപ്പിൽ നമ്മളൊരു ഗ്രൂപ്പിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കംസ് ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബിക്കോസ് ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ് ആൻഡ് ദ ആഡഡ് ഇലക്ട്രോൺ വിൽ ബി ഫാർദർ ഫ്രം ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് വിട്ട് പോകുന്നത് കാരണം ആ ആഡഡ് ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് അത്ര പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി becomes less and less negative അല്ലെങ്കിൽ decreases എന്ന് പറയുന്നത്. The greater the negative value of electron affinity, electron affinityയും electron gain എൻതാൽപ്പിയും സെയിം ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇലക്ട്രോൺ അഫിനിറ്റിയും നമ്മൾ പണ്ട് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. So the greater the negative value of the electron affinity, the greater will be the tendency of an atom to accept an electron. ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് അത് കാണിക്കുന്നത്. അപ്പം നെഗറ്റീവ് വാല്യൂ കൂടുമ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി കൂടും എന്നാണ് പറയുന്നത്. എ പോസിറ്റീവ് ഡെൽറ്റ EGH indicates that energy must be absorbed for an atom to ഗെയിൻ ഇലക്ട്രോൺ. പോസിറ്റീവ് വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രോസസ്സ് എൻഡോതെർമിക് ആണ്. നമ്മൾ എനർജി അങ്ങോട്ട് സപ്ലൈ ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ എനർജി അങ്ങോട്ട് ആഡ് ചെയ്താൽ മാത്രമേ ഇലക്ട്രോണിൻ്റെ അഡീഷൻ നടക്കുള്ളൂ എന്ന് ഉള്ളത് മനസ്സിലാക്കാം. അത് നമ്മളെ പീരിയോഡിക് ടേബിളിൽ നോബൽ ഗ്യാസസിൻ്റെ കേസിലാണ് ഈ പോസിറ്റീവ് ഡെൽറ്റ EGH എന്നൊരു വാല്യൂ വരുന്നത്. As a general rule, the electron gain enthalpy becomes more negative with increase in the atomic number across a period. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് പറയുമ്പോൾ പറയാം അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടി വരികയാണ് ഒരു പീരിയഡിൽ കേട്ടോ, അക്രോസ് ദ പീരിയഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് പഠിക്കാനുണ്ട്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പഠിക്കുമ്പോൾ നമുക്കൊരു എക്സെപ്ഷൻ, അയണൈസേഷൻ എൻതാൽപ്പി പഠിച്ചപ്പോൾ നമ്മൾ ബെറിലിയം, ബോറോൺ, നൈട്രജൻ, ഓക്സിജൻ്റെ എക്സെപ്ഷണൽ കേസ് പഠിച്ചു. ഇനി അതേപോലെ തന്നെ ഇവിടെയും നമുക്കൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടുന്നത് കാരണം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും എന്നാണ് പറഞ്ഞത്. കുറയും എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബിക്കം ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ് എന്നാണ്. പക്ഷേ ഇവിടെ
ഒരു ടേബിള് കാണിക്കാം. ഈ ടേബിളിൽ നോക്കൂ, ഗ്രൂപ്പ് 16 and 17 അവിടെ ഓക്സിജന്റെ വാല്യൂ, ഗ്രൂപ്പ് 16 ആദ്യം നോക്കാം. ഓക്സിജന്റെ വാല്യൂ -141 കിലോ ജൂൾ ആണ്. എന്നാൽ സൾഫറിന്റെ -200 ആണ്. വാല്യൂ കൂടുകയാണ് ചെയ്തത്, നെഗറ്റീവ് വാല്യൂ കൂടി. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ സെലീനിയം, ടെലൂറിയം, പൊളോണിയം എത്തുമ്പോൾ വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്, നെഗറ്റീവ് വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഗ്രൂപ്പ് 17 നോക്കാം. ഫ്ലൂറിൻ -328 കിലോ ജൂൾ പെർ മോൾ ആണെങ്കിൽ ക്ലോറിൻ -349 ആണ്. അപ്പൊ നെഗറ്റീവ് വാല്യൂ കൂടി, അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുകയാണ് ചെയ്തത്. പിന്നെ ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ ഒക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്, പഴയ പോലെ തന്നെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഈ ഓക്സിജൻ, സൾഫർ, അതേപോലെ ഫ്ലൂറിൻ, ക്ലോറിൻ, ആ ഒരു കേസിൽ ഈ വ്യത്യാസം വരാൻ എന്താണ് കാരണം എന്ന് നോക്കാം. നമുക്ക് പറയാം, ഇൻ ഗ്രൂപ്പ് 16 ദി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് സൾഫർ ഈസ് മോർ ദാൻ ഓക്സിജൻ ആൻഡ് ക്ലോറിൻ ഈസ് മോർ ദാൻ ഫ്ലൂറിൻ ഇൻ ഗ്രൂപ്പ് 17. അത് എന്തുകൊണ്ട് എന്ന് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആ വാല്യൂസ് ആദ്യം ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ആ വാല്യൂ കൂടുതൽ നെഗറ്റീവ് ആവുകയാണ് ചെയ്തത്, ഓക്സിജൻ, സൾഫർ, പിന്നെ ഫ്ലൂറിൻ, ക്ലോറിൻ. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. However, the electron gain enthalpy of oxygen or fluorine is less than that of succeeding elements, that is sulfur and chlorine. അപ്പം അതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്സിജൻ്റെ കേസിൽ -141 ആണെങ്കിൽ സൾഫർ -200 ആണ്. ഫ്ലൂറിൻ്റെ കേസിൽ -328 ആണെങ്കിൽ ക്ലോറിൻ -349 ആണ്. അതിൻ്റെ കാരണം നോക്കാം. ദിസ് ഈസ് ബിക്കോസ് വെൻ ആൻ electron is added to oxygen and fluorine, the added electron goes to smaller n equal to 2 quantum level and suffers significant repulsion from other electrons present in this level. അപ്പോൾ ഓക്സിജനും ഫ്ലൂറിനും ഒക്കെ പറയുന്നത്, ഈ ഒരു എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് പീരിയഡ് എലിമെൻറ്റ്സ് ആണ്. നമുക്കറിയാം ഓക്സിജനും ഫ്ലൂറിനും ഒക്കെ സെക്കൻഡ് പീരിയഡിലാണ് വരുന്നത്. സെക്കൻഡ് പീരിയഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഷെല്ലിൻ്റെ ഫില്ലിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഷെല്ല് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഷെല്ലിൻ്റെ ഫില്ലിംഗ് ആണ് സെക്കൻഡ് പീരിയഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഷെല്ലായതുകൊണ്ട് സെക്കൻഡ് ഷെല്ലിൽ അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോൺ, സെക്കൻഡ് ഷെൽ ചെറുതായതുകൊണ്ട് ആഡ് ചെയ്യുന്ന ഇലക്ട്രോണിന് അവിടെ ഓൾറെഡി ഉള്ള ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷൻ കാരണമാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുന്നത്. ദാറ്റ് ഈസ് സെക്കൻഡ് ഷെൽ ഈസ് സ്മോളർ ദാൻ തേർഡ് ഷെൽ. അപ്പം സെക്കൻഡ് ഷെൽ സ്മോളർ ആയതുകൊണ്ട് ആ സ്മോളർ ആയിട്ടുള്ള ഷെല്ലിലേക്കാണ് പുതിയൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പുതിയ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ ഉള്ള ഇലക്ട്രോൺസ് ഈ വന്ന ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷൻ കാരണം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നത് ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ്റെ കേസിൽ. ഇനി സൾഫർ ആൻഡ് ക്ലോറിൻ്റെ കേസ് നോക്കാം. ഫോർ സൾഫർ ആൻഡ് ക്ലോറിൻ ദ ആഡഡ് ഇലക്ട്രോൺ ഗോസ് ടു ലാർജർ n ഈക്വൽ ടു 3 ലെവൽ. അപ്പോൾ സൾഫറിൻ്റെയും ക്ലോറിൻ്റെയും കേസ് എന്ന് പറയുന്നത് അവർ രണ്ടുപേരും തേർഡ് പീരിയഡ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഒന്നും കൂടി വലിയ ഷെല്ലാണ്. തേർഡ് ഷെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാർജർ ദാൻ സെക്കൻഡ് ഷെൽ. അതുകൊണ്ട് ആഡഡ് ഇലക്ട്രോണിന് അവിടെ സഫിഷ്യൻറ്റ് സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഓൾറെഡി ഉള്ള ഇലക്ട്രോൺസ്, അവിടെ ആദ്യമേ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രോൺസ് ഈ വന്ന ഇലക്ട്രോണിന് റിപ്പൽ ചെയ്യുന്നത് കുറയും. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് റിപ്പൾഷൻ ഈസ് മച്ച് ലെസ് ഇൻ ദിസ് കേസ്. അതുകൊണ്ട് തന്നെ സൾഫറും ക്ലോറിനും പെട്ടെന്ന് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പം അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. വൈ ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സൾഫർ ആൻഡ് ക്ലോറിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇൻ ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ ദ ആഡഡ് ഇലക്ട്രോൺ ഗോസ് ടു സെക്കൻഡ് ഷെൽ. ഓക്സിജനിലും ഫ്ലൂറിനിലും ഈ ആഡ് ചെയ്യുന്ന ഇലക്ട്രോൺ സെക്കൻഡ് ഷെല്ലിലേക്കാണ് പോണത്. സെക്കൻഡ് ഷെൽ ഈസ് സ്മോളർ ദാൻ തേർഡ് ഷെൽ. അത് സൾഫറും ക്ലോറിൻ്റെ കേസിലും തേർഡ് ഷെല്ലിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഷെല്ല് സ്മോളർ ആയതുകൊണ്ട് ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് റിപ്പൽഷൻ ഇൻ സെക്കൻഡ് ഷെൽ. സോ ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ്
ലെസ് കമ്പയർഡ് ടു സൾഫർ ആൻഡ് ക്ലോറിൻ. അതാണ് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഉള്ള എലിമെൻ്റ് ഏതാ നോക്കാം. അത് ക്ലോറിൻ ആണ്. -349 കിലോ ജൂൾ പെർ മോൾ ആണ് ക്ലോറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കണം. ഹാലജൻ ഫാമിലിയിലെ ക്ലോറിൻ ആണ് ഹയസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ആ പീരിയഡിൽ ഗ്രൂപ്പ് 1, 16, 17 ആൻഡ് 0ൻ്റെ വാല്യൂസ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്ത അതേ ടേബിളാണ്. ടേബിൾ 3.7 ആണ്. ടേബിൾ 3.7ൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഓക്സിജൻ, സൾഫർ, ഫ്ലൂറിൻ, ക്ലോറിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗ്രൂപ്പിൽ കുറയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെഗറ്റീവ് വാല്യൂ കുറഞ്ഞു വരും. എക്സെപ്ഷണൽ കേസസ് ഞാൻ പറഞ്ഞു. പിന്നെ നോബൽ ഗ്യാസസിൻ്റെ കേസിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 4ാമത്തെ പ്രോപ്പർട്ടിയായ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. Thank you.